സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 9 ഉള്ളിൽ ഗവർണറും CM-ഉം തീരുമാനിച്ച് ഒരാളെ തീരുമാനിക്കുക. ഇനി കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറിനെ തീരുമാനിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഗവർണറും കേരളത്തിന്റെ CM-ഉം തമ്മിലുള്ള ഫൈറ്റ് പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതങ്ങനെ കേസായി സുപ്രീം കോടതിയിലാണുള്ളത്. സുപ്രീം കോടതി ആ ഒരു കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് അറിയുന്നതിന് മുൻപായി ഈ ഒരു ഫൈറ്റ്, അതായത് ഗവർണറും CM-ഉം തമ്മിലുള്ള ഒരു ഫൈറ്റ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് ഒരുപാട് ഒട്ടനവധി വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രശ്നമായി കണക്കാക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇതിലൂടെ സുപ്രീം കോടതിയുടെ സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വേറെയും ഒരുപാട് ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ കേസിന് പോയിട്ടുണ്ട്. ഗവർണർ അവരുടെ വഴിക്കും പോയിട്ടുണ്ട്, CM അവരുടെ വഴിക്കും പോയിട്ടുണ്ട്. ഈ ഒരു കേസൊക്കെ നടത്താനുള്ള എക്സ്പെൻസസ്, ചെലവ് അവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. നമ്മളെപ്പോലത്തെ ടാക്സ് പേയേഴ്സിന്റെ മണി, അതായത് നമ്മളെപ്പോലത്തെ ആളുകളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ കേസൊക്കെ അവർ നടത്തുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കും വലിയ നഷ്ടം, അതായത് സംസ്ഥാനത്തെ ഓരോ വ്യക്തിക്കും വലിയൊരു നഷ്ടമാണ് ഉണ്ടാവുന്നത്. കാരണം ഒരുപാട് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട പണമാണ് ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് കേസ് കൊടുത്തിട്ട് നടത്തുന്നത്. ഇത് ഇവർക്ക് തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. ശരിയായി സംസാരിച്ച് ഒരാൾ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ നടത്തിയിട്ട് ഈ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യാം. അല്ലാതെ ഗവർണർ പറഞ്ഞവരെ CM-നും പറ്റില്ല, CM-ന് പറയുന്നവരെ ഗവർണറിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 ദിശയിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ ഗവർണർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗവർണർ എന്ന് പറയുന്നത് ഫുൾ അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയല്ല. ഈ ഗവർണറുടെ വർക്കിംഗ് എന്ന് പറയുന്നത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് കേട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഈ വൈസ് ചാൻസലറിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഡിസ്ക്രിഷണറി പവർ ഗവർണറിനുണ്ട്. പക്ഷേ മനസ്സിലാക്കണം, ഇതിനു മുൻപ് സുപ്രീം കോടതിയിൽ ഗവർണർ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിന്നും ചീഫ് മിനിസ്റ്ററിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നടന്നിട്ടില്ല. അതിനർത്ഥം അവർക്ക് മുഴുവനായിട്ടുള്ള പവർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിനായിരിക്കും പവർ കൂടുതൽ, അല്ലാതെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കല്ല എന്നൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് പോവാം. സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ധൂലിയ കമ്മിറ്റിയെ ഓൾറെഡി നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ 4 കാൻഡിഡേറ്റ്സിനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 8 കാൻഡിഡേറ്റ്സിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിൽ ഗവർണറും CM-ഉം കൂടി ആളെ തീരുമാനിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഗവർണർ ആ ഒരു നെയിം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് CM-ന് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിവിടെ ഏതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ 2 പേർക്കും അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പേര്, 4 പേരുണ്ട്, 4 കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരാൾ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അനാവശ്യമായിട്ടുള്ള പ്രശ്നമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിലൂടെ കോടതിയുടെ സമയവും കളയുന്നു, അതുപോലെ ഒരുപാട് ചെലവും, അതായത് പൈസയും ഇതിന്റെ കൂടെ കളയുന്നുണ്ട്. അതായത് സാധാരണക്കാരുടെ പണമാണ് ഇവർ പൊടിച്ചു കളയുന്നത് ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള കേസുകൾ നടത്തി. ഇനി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസംബർ 9 ഉള്ളിൽ ഗവർണറും CM-ഉം തീരുമാനിച്ച് ഒരാളെ തീരുമാനിക്കുക. ഇനി ഡിസംബർ 9 ആയിട്ടും നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യും. അതായത് വി വിൽ ഫൈനലൈസ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് വൈസ് ചാൻസലർ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി തന്നെ ഫൈനലൈസ് ചെയ്തിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്തോളും എന്ന രീതിയിലാണ് സുപ്രീം കോടതി ഇവിടെ ഇപ്പോൾ പറഞ്ഞു തീർത്തിട്ടുള്ളത്. അതായത് ഡിസംബർ 9 ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം. അതാണ് സുപ്രീം കോടതിയുടെയും തീരുമാനം. അവർ ചെയ്തില്ലെങ്കിൽ, അതായത് CM-ഉം ഗവർണറും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.